വിവാദങ്ങളെ തുടർന്ന് പേരുമാറ്റിയ 2 മലയാള ചിത്രങ്ങളെക്കുറിച്ച് പറയാം. ആദ്യത്തേത് പൊന്മുട്ടയിടുന്ന താറാവാണ്. 1988 ചിത്രം പുറത്തിറങ്ങിയത്. രഘുനാഥ് പലേരിയുടെ തിരക്കഥ, സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനം, ശ്രീനിവാസൻ, ജയറാം, ഇന്നസെന്റ്, ഉർവശി, KPSC ലളിത തുടങ്ങിയ താരനിര. തട്ടാൻ ഭാസ്കരനും സ്നേഹലതയും തമ്മിലുള്ള പ്രണയവും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നാണ് ചിത്രത്തിന് ആദ്യം നൽകിയ പേര്. പിന്നീടാണ് പൊന്മുട്ടയിടുന്ന താറാവ് എന്നാക്കി മാറ്റിയത്. തട്ടാൻ സമുദായത്തിൻ്റെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു പേരുമാറ്റം. കാമുകിയോടുള്ള പ്രണയം മൂത്ത് തട്ടാൻ ഭാസ്കരൻ 5 പവൻ്റെ സ്വർണ്ണമാല അവൾക്കായി പണിതു നൽകുന്നു. എന്നാൽ ഗൾഫുകാരൻ്റെ ആലോചന വന്നതോടെ സ്നേഹലത കാലുമാറുകയാണ്. സ്നേഹലതയുടെ ഭർത്താവ് മാല പണയം വെക്കാൻ ശ്രമിക്കുന്നു. മാല സ്വർണ്ണമല്ല, വെറും ചെമ്പായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ഭാസ്കരൻ സമ്മാനമായി നൽകിയ മാലയാണ് അത് എന്ന് സ്നേഹലതയുടെ ഭർത്താവും നാട്ടുകാരും അറിഞ്ഞു. സിനിമയുടെ പ്രമേയവും പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്ന പേരും തങ്ങളുടെ സമുദായത്തെ അവഹേളിക്കുന്നതാണ് എന്ന പരാതിയുമായി തട്ടാൻ സമുദായ നേതാക്കളും രംഗത്ത് വന്നു. അതോടെ സിനിമയുടെ പേര് മാറ്റി പ്രശ്നത്തിൽ നിന്ന് തടിതപ്പി അണിയറ പ്രവർത്തകർ. അങ്ങനെ പൊന്മുട്ടയിടുന്ന തട്ടാൻ പൊന്മുട്ടയിടുന്ന താറാവായി മാറി. വിവാദത്തെ തുടർന്ന് പേരുമാറ്റിയ മറ്റൊരു സിനിമയാണ് രാക്ഷസ രാജാവ്. മമ്മൂട്ടിയെ നായകനാക്കി വിനയൻ സംവിധാനം ചെയ്ത സിനിമ 2001 റിലീസ് ചെയ്തത്. ചിത്രത്തിൽ രാമനാഥൻ എന്ന IPS ഉദ്യോഗസ്ഥനായിട്ടാണ് മമ്മൂട്ടി വേഷമിട്ടത്. കൈക്കൂലിക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ചിത്രത്തിന് ആദ്യമിട്ട പേര് രാക്ഷസരാമൻ എന്നായിരുന്നു. പുറമേ രാക്ഷസനെ പോലെ തോന്നുമെങ്കിലും അടുത്തറിയുമ്പോൾ ശ്രീരാമനെ പോലെ നന്മയുള്ളവനാണ് നായകൻ. അതുകൊണ്ടാണ് ചിത്രത്തിന് രാക്ഷസരാമൻ എന്ന് പേരിട്ടത്. പക്ഷേ ചിത്രത്തിൻ്റെ പേര് ശ്രീരാമനെ അവഹേളിക്കുന്നതാണ്, അത് ശ്രീരാമ ഭക്തർക്ക് വിഷമമുണ്ടാക്കുന്നു തുടങ്ങിയ പരാതികളും ഉയർന്നു വന്നു. ഇതേ തുടർന്നാണ് വിനയൻ ചിത്രത്തിൻ്റെ പേര് രാക്ഷസ രാജാവ് എന്ന് ആക്കി മാറ്റിയത്. ഒരു വിഭാഗത്തിന് ആരാധനാമൂർത്തിയെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നായകൻ്റെ നന്മ വെളിപ്പെടുത്തുക മാത്രമേ ആ പേരുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്നാണ് തിരക്കഥാകൃത്തും സംവിധായകനുമായ വിനയൻ വ്യക്തമാക്കിയത്.